2012 മുതലേ സ്കൂളുകളിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാൻ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെല്ലുകൾ രൂപീകരിക്കുന്നുണ്ടായിരുന്നു. റാസ്ബെറി പൈ പ്രോഗ്രാമുകൾ, ബൂട്ട് ക്യാമ്പുകൾ, ആക്സലറേഷൻ പ്രോഗ്രാമുകൾ, ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ എന്നിവയൊക്കെ 13 വർഷം മുമ്പുള്ള ആ കാലയളവിൽ നടന്നിരുന്നുവെന്ന് മനസ്സിലാക്കണം. സംസ്ഥാനത്തിന്റെ ടെക്നോളജി സ്റ്റാർട്ടപ്പ് പോളിസി നടപ്പാക്കാനുള്ള ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായിരുന്നു KSUM. മികച്ച ടെക്നോളജി ആശയങ്ങളുള്ളവരെ സ്റ്റാർട്ടപ്പായി രജിസ്റ്റർ ചെയ്ത് അവരെ പ്രൊഡക്റ്റോ സർവീസോ വിൽക്കാൻ പാകത്തിന് അന്തരീക്ഷം ഒരുക്കുക. അതിനുവേണ്ട മെൻറ്ററിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, സീഡ് ഫണ്ട്, സപ്പോർട്ട്, പിന്നെ എക്സ്പോഷറും ഇതെല്ലാം അർഹരായ സ്റ്റാർട്ടപ്പുകൾക്ക് ലഭ്യമാക്കുക എന്നതായിരുന്നു KSUMന്റെ ചുമതല. വാസ്തവത്തിൽ 2002 മുതൽ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ എന്ന പേരിൽ സംരംഭകത്വ എക്കോസിസ്റ്റം രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ നടന്നിരുന്നു. അത് പാകപ്പെട്ടത് 2014-15 എന്ന് മാത്രം. പക്ഷേ അപ്പോഴും ജനങ്ങളിലേക്കും യുവസമൂഹങ്ങളിലേക്കും യുവസംരംഭകത്വം, സ്റ്റാർട്ടപ്പ് എന്നീ ആശയങ്ങൾ ഒഴുകിയിറങ്ങിയിരുന്നില്ല. അതുകൊണ്ടാണ് ക്യാമ്പസുകളിലേക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇറങ്ങിച്ചെന്നത്.